ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ മുട്ടിൽ എത്തിങ്ങാനേക്കാട്ടോ പോകുന്നത്. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച അവിടെ ദുആയും മജ്‌ലിസ് നൂറും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി നൽകുകയും നമുക്ക് അവിടെ പോയി ദുആയിലും മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് ആൾക്കാർ ദൂരെ നിന്ന് വരെ അവിടേക്ക് വരുന്നുണ്ട്. നേരത്തെ തന്നെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് നേരം വൈകി. എന്നാലും ഒരു കാര്യം ഉദ്ദേശിച്ചിറങ്ങിയതല്ലേ, പോയിട്ട് വരാമെന്ന് കരുതിയിട്ടാട്ടോ വന്നത്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് ദുആയും മജ്‌ലിസൊക്കെ കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതേപോലെ ദുആക്കെ കഴിയാനായപ്പോഴാട്ടോ എത്തിപ്പെട്ടത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ്, എന്തായാലും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മളെ മക്കളെയും കൊണ്ട് എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിലും ബീച്ചിലും ടൗണിലും എല്ലാം ചുറ്റുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ദുആയിലും മജ്‌ലിസിലും വയലുകളിലൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ പെട്ടതാട്ടോ ഞാനും ഒക്കെയൊക്കെ. ഇങ്ങനത്തെ നല്ല ശീലങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ അവരും പഠിക്കുക. പിന്നെ അവർ തെറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കുറ്റമായിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് വഴി തെളിയിച്ചു കൊടുക്കണോ അതിലേക്ക് എന്ത് തന്നെയാണ് നമ്മളെ മക്കൾ എന്തായാലും ഷുവറായിട്ട് പോകുക. പിന്നെ അന്ന് ദുആൻ്റെ ദിവസം അവിടെ നിന്ന് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഗേൾസിനും ബോയ്സിനും വേറെ വേറെ ആയിരുന്നു. ഇവിടെ ഇച്ചിട്ട് ഭയങ്കര കച്ചറയായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാനൊന്നും വിടുന്നില്ല. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അന്നൂട്ടനെ അവിടുത്തെ മക്കൾ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അവരെ കൂടെ തന്നെയായിരുന്നു വരുന്നവരെ. ഇത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇതുവരെ വന്നിട്ട് വീട്ടിൽ പോകാതെ പോയാലൊരു വിഷമമാണ്. അപ്പോൾ വീട് വരെ പോയിട്ട് പോകാമെന്ന് കരുതിയിട്ടോ, സർപ്രൈസ് ആയിട്ടാട്ടോ പോകുന്നത്. മക്കളെ കണ്ടപ്പോൾ ഉപ്പച്ചിക്കും ഭയങ്കര സന്തോഷമായേ. എന്നാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സർപ്രൈസായി പോയതാണെങ്കിലും ഉമ്മച്ചിയുടെ മന്തി ഉണ്ടാക്കിയിരുന്നു. കഴിക്കാൻ പറ്റുന്ന സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ പാക്കറ്റാക്കി. പാവം ഉമ്മമാരങ്ങനെയാലേ. പിന്നെ വരുന്ന വഴി കൽപ്പറ്റ നെസ്റ്റോളൊന്ന് കയറി. എന്തൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ വിചാരിച്ചു. ഫ്രണ്ട് തന്നെ നല്ല മുന്തിരി വൈൻ ഉണ്ട് കേട്ടോ ഓഫറിൽ. നമ്മളിങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. ഉമ്മച്ചി ആ ഭരണിയിലൊക്കെ നല്ല മുന്തിരിയൊക്കെ ഇട്ടിട്ട് 90 ദിവസമൊക്കെ കെട്ടിയിട്ടുണ്ടാക്കുന്ന അത് കുടിച്ചിട്ടുണ്ട്. അത് ഉമ്മച്ചിൻ്റെ സ്പെഷ്യലാണ്. ആ സാധനം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല നട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഓഫറിൽ. ഞങ്ങൾ മുകളിലത്തെ നിലയ്ക്ക് പോയിട്ടോ. അവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ ഓഫർ പ്രൈസിന്. മെൻസിൻ്റെ ഷർട്ടിനൊക്കെ വരും 290 കേട്ടോ. ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ ഗേൾസിൻ്റെ ഷാളിനും പാൻറ്റിനൊക്കെ വില കുറവാണ്. ഇതൊന്നും കാണാൻ ഇച്ചിട്ടും നിൽക്കുന്നില്ല. അവൻ ടോയ് സെക്ഷനിലേക്ക് മാത്രമേ നോക്കുള്ളൂ. വാങ്ങി കൊടുക്കുന്ന ആ അപ്പറുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. വീടെത്തുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ പോകും. അങ്ങനെ ഇൻട്രസ്റ്റ് പോയ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ വീട്ടിൽ. ഇപ്പോൾ ഓഫറിലുള്ള ഒരു സ്നേക്കിൻ്റെ കിറ്റ് എടുത്തേ. അതെടുത്ത് നോക്കിയപ്പോൾ ഇച്ചുട്ടനെ കാണുന്നില്ലേ. പോയപ്പോൾ ഉണ്ട് ഒരു സ്കൂട്ടീൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. വില നോക്കിയപ്പോഴോ 7000 രൂപ. ഓമിന്നോൻ്റെ വാപ്പാനെ പോലെയാണ്, കുറച്ച് വണ്ടീനോട് ക്രഷ് കൂടുതലാട്ടോ. ഇവിടെ വുമൻസിൻ്റെ സൈഡ് ബാഗിനൊക്കെ വെറും 299 രൂപയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ അവിടെ ഫാൻസി ടൈപ്പ് ഒരുപാട് കമ്മലുകളുണ്ട്, നല്ല സെലക്ഷനുണ്ട്. എനിക്ക് പിന്നെ അംഗത്തിനോടൊന്നും കമ്പല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലേ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.